എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന ഒരു തരി പോലും വെളിപ്പാവാത്തതും വളരെ രുചികരമായിട്ടുള്ളതും ഒരു തരി പോലും കയ്പില്ലാത്തതുമായ പാവയ്ക്ക പച്ചടിയാണ്. ഇനിയിപ്പോ ഓണം ഇങ്ങെത്താറായി. ഈ ഒരു ഓണനാളില് നിങ്ങൾക്കെല്ലാവർക്കും 2 ദിവസം മുന്നേ ഇതുപോലൊരു പച്ചടികളൊക്കെ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം മുന്നേ തന്നെ പാചകങ്ങളൊക്കെ ചെയ്ത് സൂക്ഷിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ ഒരു തരി പോലും കേടാവാതെയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ചാനൽ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന വളരെ രുചികരമായിട്ടുള്ള പാവയ്ക്ക പച്ചടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. പാവയ്ക്ക പച്ചടി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പാവയ്ക്ക വെച്ചിട്ട് 25 പേർക്ക് ഇലസദ്യയിൽ വിളമ്പാനുള്ള അളവുണ്ടാകും. ഇനിയിപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ഈ ഒരു പാവയ്ക്കയെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. പാവയ്ക്കയുടെ നെട്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ താഴെയുള്ള ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് പിളർന്നെടുക്കാം. പിളർന്നെടുത്ത പാവയ്ക്കയുടെ ഉൾഭാഗവും നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. കുരു കളഞ്ഞെടുത്തിട്ടുള്ള പാവയ്ക്കയുടെ ഉള്ളിൽ നിന്നും ഈ ഒരു വെളുത്ത സോഫ്റ്റ് പോലത്തെ ഭാഗം നമുക്ക് ചുരണ്ടിക്കളയേണ്ടതാണ്. ഈ ഭാഗം ചുരണ്ടിക്കളയുവാണെങ്കിൽ നമ്മൾ പാവയ്ക്ക വെച്ച് തയ്യാറാക്കുന്ന എല്ലാ റെസിപ്പികൾക്കും കയ്പ് വളരെ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ പാവയ്ക്കയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ രണ്ടാക്കി ഒന്ന് ഭാഗിക്കാവുന്നതുമാണ്. രണ്ടായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. ഇതുപോലെ തിന്നായിട്ടാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ പാവയ്ക്ക പച്ചടി ഞാനിത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരേപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതിനായിട്ടാണ് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതും. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. പാവയ്ക്ക വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പച്ചടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു തൊടുകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുമ്പോഴാണ് നമ്മുടെ കറികൾക്ക് നാടൻ ടച്ച് കൂടി കിട്ടുന്നത്. ഇപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ വാരിയിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് നിരത്തിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്താൽ ഉടൻ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കൂട്ടിയതിനു ശേഷം ഒന്നുകൂടെ നിരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇതേ ഒരു രീതിയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഓട്ടുരുളി ആയതുകൊണ്ടിട്ട് വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഒരു 3 മിനിറ്റ് കൂടി ആയപ്പോൾ നമ്മുടെ പാവയ്ക്ക ഒന്നുകൂടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചടിക്ക് ആവശ്യമായ എരിവിനായിട്ട് 3 പച്ചമുളകും 2 വറ്റൽ മുളക് കൂടി കട്ട് ചെയ്തിട്ട് ഇതുകൂടി ചേർത്തിട്ടാണ് നമുക്ക് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കേണ്ടത്. ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇതേ ഒരു കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അധികം മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു പാകമായാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും ഇതുപോലെ ഒന്ന് കോരി മുകളിലേക്ക് വെച്ചതിന് ശേഷം പച്ചടിക്ക് ആവശ്യമായ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഒരു പിടി നാളികേരത്തിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുകും ചേർത്ത് അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുവാണ്. ഇനി നമുക്കുടൻ തന്നെ പാവയ്ക്ക അടുപ്പിൽ നിന്ന് കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് 3 അല്ലി കൊച്ചുള്ളിയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതുപോലെ കൊച്ചുള്ളിയുടെ കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു പച്ചടി 2 ദിവസം മുന്നേ തയ്യാറാക്കി വെച്ചാലും ഒരു തരി പോലും വളിപ്പായി പോവില്ല. ഇനി നമ്മുടെ തേങ്ങ അരപ്പ് നല്ലതുപോലെ വാട്ടി വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഇളക്കി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതേ രീതിയിൽ പച്ചടി തയ്യാറാക്കുവാണെങ്കിൽ 2 ദിവസം മുന്നേ നമുക്ക് തയ്യാറാക്കി സൂക്ഷിക്കാനും പറ്റുന്നതാണ്. തേങ്ങാരപ്പിലെ വെള്ളം മുഴുവനും തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി വറ്റിച്ചെടുക്കാം. ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങാരപ്പിലെ വെള്ളം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു പാകമായാൽ ഫ്ലെയിം
ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ അരപ്പിലേക്ക് 300 മില്ലി അളവില് കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ കട്ടകൾ ഉടച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. തൈര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ നമ്മുടെ പച്ചടിയുടെ അരപ്പ് നല്ല പാകമായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമ്മുടെ പച്ചടിയുടെ കൂട്ടി ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പോരായ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാവക്ക കൂടി ചേർത്ത് കൊടുക്കണം. പാവയ്ക്കയും ചേർത്ത് ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ പാവയ്ക്ക പച്ചടി ഇവിടെ തയ്യാറാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പാവയ്ക്ക പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പച്ചടിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു തരി പോലും വെളിപ്പാവാതെ 2-3 ദിവസം നമുക്ക് സൂക്ഷിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുവാണ്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാതിരിക്കും എൻ്റെ പുതിയ കൂട്ടുകാരോടും എല്ലാവരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.